പത്തരമാറ്റ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും അനിയും തമ്മിലുള്ള കല്യാണം നടക്കാനായിട്ട് അനൈന പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ആദർശ് വരുന്നുണ്ട്. ആദർശ് പറയുക, എന്താ നിനക്കാണെങ്കിൽ ഈ കല്യാണം മുടങ്ങിയതിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നൈന പറയുക, എനിക്ക് ആദ്യമേ അറിയായിരുന്നു എനിക്ക് നന്ദുവിനടുത്ത് ഇഷ്ടമുണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ കുടുംബത്തെ ആലോചിച്ച് അഥവാ ആ മുത്തശ്ശൻ എന്ത് പറയണമെന്ന് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ കൂടത്ത് നിന്നത്. പക്ഷേ അവരുടെ ഇഷ്ടം എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്ന് നൈന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ആദർശ് പറയുക, പക്ഷേ നന്ദുവാണ് മനസ്സിലുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോ ഇഷ്ടക്കേട് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ മുത്തശ്ശനൊക്കെ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും നന്ദു ആ സമയത്ത് തന്നെ വന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാവരും മനസ്സിലാക്കിയത്. നന്ദുവിന് ഈ നിശ്ചയം നടക്കുന്നുണ്ട് ഒട്ടും താല്പര്യമില്ല എന്ന് അമ്മ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട ഉടനെ മുത്തശ്ശനാണെങ്കിൽ ആ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, കനകത്തിനൊക്കെ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മകളെ ശല്യം ചെയ്യാൻ അനി പോയപ്പം തന്നെ അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇവൻ്റെ നേരെ ഒരു ശല്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാനാണെങ്കിൽ അന്ന് അനിയുടെ അടുത്ത് ഒരു താക്കീത് കൊടുത്തത് എന്ന് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇനി ഞാൻ ആ ഒരു കല്യാണം നടത്തി കൊടുക്കില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നവ്യ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശൻ ഇപ്പം പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഒരിക്കലും അവർ തമ്മിലുള്ള കല്യാണം മുത്തശ്ശൻ അറിഞ്ഞ് ഒരിക്കലും നടക്കില്ല. അത് ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് അവന്തിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ വന്നെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് കാശില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു പണമുള്ള വീട്ടിൽ പറഞ്ഞയക്കുക എന്നൊരു ഉദ്ദേശമേ നിങ്ങൾ അമ്മയ്ക്കുള്ളൂ. അതുകൊണ്ട് ഇനി മൂന്നാമത്തെ ആളെ കൂടെ അനിയെക്കൊണ്ട് കെട്ടിക്കാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ നവ്യ പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്. ഞങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദുവിന് അവന് ഇഷ്ടമാണെങ്കിൽ അവളും ഇവിടെ നിന്ന് ജീവിക്കുക തന്നെ ചെയ്യും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും. അതുകൊണ്ട് ഞങ്ങളെ വീട്ടുകാരെ പറയേണ്ട ഒരു അവകാശവും നിങ്ങൾക്കില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന ആദർശ് പറയുക, എന്തായാലും നാഗരാജ് അയാളെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവാനും ഈ വീട്ടിൽ ഇവിടെ അമ്മായി നിൽക്കേണ്ട കാര്യവും എനിക്കറിയണം എന്നൊക്കെ പറയുന്നുണ്ട് നവ്യയുടെ അടുത്ത്. അങ്ങനെ നവ്യയും ആദർശം തീരുമാനിക്കുന്നുണ്ട് നാഗരാജിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അങ്ങനെ പോവുകയാണ് ആദർശ് പോയപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്നാൽ ആ മൂർത്തിയുടെ ആദ്യ മകളെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അവരാണെങ്കിൽ കള്ളത്തരം കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നെക്ലസിൻ്റെ കാര്യത്തിലാണ് ഉദ്ദേശിച്ചത്. ഒരു നെക്ലസ് ആണെങ്കിൽ കൊണ്ടുവന്ന് ഫസ്റ്റ് മോഡൽ കാണിച്ച് അത് എക്സിബിഷന് വെക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. പക്ഷേ അത് നാഗരാജ് എടുത്ത് നേരെ തന്നെ അവരുടെ മോളെ തന്നെ കൊടുത്തിട്ട് അത് മാറ്റുകയും അതുപോലെ തന്നെ ആ ഒരു എക്സിബിഷന് ഇതിന് ഒരു പ്രസക്തിയും ഇല്ലെന്ന് മനസ്സിലാക്കുകയും തന്നാൽ തന്നെ ചതിച്ച ഈ മരുമകനെ എങ്ങനെയും പുറത്താക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ മൂർത്തി അന്ന് പുറത്താക്കുകയും ചെയ്തത് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അവൻ്റെ ആ ചതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്നും മുതൽ പുറത്താക്കിയതാ മൂർത്തി സാറ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെ മകളാണെങ്കിൽ അയാളുടെ കൂടെ പോകാൻ പോലും തയ്യാറായില്ല. പക്ഷേ എന്തോ ഇതിലൊരു ചതി നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ കാരണമെന്ന്. എന്നാൽ ആ തറവാട്ടിൽ തന്നെ അവരും മക്കളും ഇവിടെ താമസിച്ചു. അതുകൊണ്ട് മാത്രം മൂർത്തി സാറ് ഇന്നും അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോയാൽ അവർക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ നാഗരാജനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആദർശ്. അവിടെ പോവുകയും താനാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തെ നശിപ്പിച്ചതും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഞങ്ങളെ ചതിച്ച് വഞ്ചന കാണിച്ച നിങ്ങളെ എൻ്റെ മുത്തശ്ശൻ പുറത്താക്കിയിട്ടും എന്തിനാണ് ഞങ്ങളെ ഇനിയും പ്രതികാരം കാണിക്കാൻ വരുന്നതെന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടതും നാഗരാജ് പറയുക, എൻ്റെ കുടുംബം തൊലച്ചതും ഞങ്ങളുടെ ജീവൻ തന്നെ തകർത്തതായ മുത്തശ്ശനെ ഞാൻ വെറുതെ വിടില്ല. ഇനിയും ഞാനാണെങ്കിൽ അതിനെതിരെ ഞാൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഏത് രീതിയിലും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് പറയുക, ഞാനാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ തൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇത്രയും നാളും. പക്ഷേ എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ അടുത്ത് ഇപ്പം കൂടുതൽ ദേഷ്യം തോന്നുക. എങ്ങനെയും ചതിക്കുക എന്നൊരു ഉദ്ദേശം എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ
ആദർശിൻ്റെ ഈ വർത്തനം കേട്ട് ഉടനെ പറയുന്നുണ്ട് നാഗരാജ്, എന്തായാലും നിൻ്റെ മുത്തശ്ശനെ തകർക്കുക എന്ന ലക്ഷ്യം എനിക്കിപ്പോഴുമുണ്ട്. അത് പക്ഷേ നവിനെ അറിയാൻ കാര്യങ്ങളെല്ലാം. ഞാൻ നവിനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമാണ് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നശിപ്പിക്കുക എന്നുള്ളത്. അത് നിങ്ങളുടെ മോഹം മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അങ്ങനെയെങ്കിൽ നന്ദു ആണെങ്കിൽ എന്ത് അവരുടെ കല്യാണം നടന്നു കഴിച്ചാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവന്തിക്ക് ആ വീട്ടിൽ വന്ന് കയറേണ്ടത്, എല്ലാ സ്വത്തിനും അവകാശമായി തീരേണ്ടത് എൻ്റെ മകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം ഏത് രീതിയിലും ഞാൻ മുടക്കാൻ വേണ്ടി ഞാൻ നോക്കും. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട നന്ദു ആ വീട്ടിൽ വരുമെന്ന്. ഇത് കേട്ടതും ആദർശ് പറയുക, നിങ്ങൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഞാൻ എതിരെ തന്നെ വിളിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ അനി കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നന്ദുവിനെ തന്നെ ആയിരിക്കുമെന്ന്. അത് നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിൽ പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്, മുത്തശ്ശിനെ എതിരായിട്ട് ഞാൻ തന്നെയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശിനെ അറിഞ്ഞ് ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് നാഗരാജ്. ആ സമയത്ത് നവീനെ ഫോൺ ചെയ്യുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട് ആദർശി എൻ്റെ അടുത്തുണ്ടെന്ന്. ഇത് കേട്ടത് ഉടനെ ഫോൺ കട്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശി പറയുന്നുണ്ട്, നവീനായിരിക്കും ഫോൺ ചെയ്തത്. എന്തായാലും ഞാനിവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെച്ചില്ലേ, എന്തായാലും അവനും ആ വീട്ടിൽ നിന്ന് കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട് കുറേ നാളായി. എന്നിട്ട് ഞാനത് മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞില്ല. നിങ്ങളായിട്ടുള്ള ആ അടുപ്പത്തിൻ്റെ കാര്യവും ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇപ്പോഴും നമ്മളെ ചതിക്കാൻ നോക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ ആൾക്കാരാണെന്ന് മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം പുറത്തു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നവ്യയും ആദർശം കൂടെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, അനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, അല്ലാതെ ഇത്രയും ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇത് കേട്ടത് മുത്തശ്ശൻ പറയുക, എന്തായാലും നന്ദുവിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഈ കല്യാണം നടക്കില്ല, അത് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നയന പറയുക, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് അവൻ ഇഷ്ടമുള്ള ആളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. അത് എൻ്റെ അനിയത്തിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ അവൾക്കും ആരെയും ഇഷ്ടപ്പെടാതെ ഇരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആ അനി ഏറ്റവും കൂടുതൽ പുറകെ നടന്നിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ നല്ല ഒരു മനസ്സ് ആയതുകൊണ്ട് മാത്രമാണ് അവന് ഇഷ്ടപ്പെട്ടതും. അതുപോലെ തന്നെ തിരിച്ചും അവന് ഇഷ്ടമുണ്ട്. ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഈ കല്യാണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ്റെ അടുത്ത് പറയാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അനിയെ വീണ്ടും ഉപദേശിച്ച് ഞാൻ ശരിയാക്കിക്കൊള്ളാം, ഇനിയാണെങ്കിൽ ആ നന്ദുവിൻ്റെ വേർപ്പിറകെ അനി പോകില്ല എന്ന് നയന പറയണം എന്ന് മുത്തശ്ശന് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതും ആദർശ് പറയുക, മുത്തശ്ശൻ ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്കും ഉണ്ടാക്കരുത്. അനിക്കാണെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, ഞങ്ങളാണെങ്കിൽ അവന് സപ്പോർട്ടായിട്ട് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോത്സ്യം പറഞ്ഞതാ, ഈ കല്യാണം അവന്തികയായിട്ടുള്ള കല്യാണം നടക്കാൻ പാടില്ല. നടന്നു കഴിഞ്ഞാൽ പല ഒരു ബുദ്ധിമുട്ടും ഈ കുടുംബത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് പല പ്രാവശ്യം എൻഗേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടും നടക്കാതെ പോയതും. അതുകൊണ്ട് മുത്തശ്ശൻ അതൊക്കെ മനസ്സിലാക്കണമെന്ന് ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്ത്. ഈ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അനിയെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് നവീൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവൻ്റെ ഒരു അഭിനയം കണ്ടില്ലേ, ഒരു ഡൈവേഴ്സ് ആവുന്ന നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ കാര്യം തന്നെ ഇത് തന്നെയാണ്. എങ്കിൽ മാത്രമേ അവൻ ഈ കല്യാണം നടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവൻ ഇത്രയും ദിവസം ഡൈവേഴ്സിന് പോലും പോവാതെ ഒരു ഒത്തുതീർപ്പും ആക്കാതെ ഇങ്ങനെ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് നവീന്. എനിക്കും അത് മനസ്സിലായ കാര്യം തന്നെയാണ് എന്ന് അവന്തിക പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണല്ലോ ഇങ്ങോട്ട് വന്നത് നന്ദു. എങ്കിൽ ആ ഒരു സമയത്ത് തന്നെ വരണമെങ്കിൽ നന്ദുവിനത് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്കും മനസ്സിലായി. അത് ആനിയുടെ ചിരിയിലൂടെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, വിഷമിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് നവീന് അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട്. അവന്തികയാണെങ്കിൽ ആ സമയത്തും അമ്മയെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്, ഏത് വിധേനയും എനിക്ക് അനിയെ കല്യാണം കഴിക്കണമെന്നും അത് ഒരിക്കലും മുടങ്ങാൻ പാടില്ല എന്നും മുത്തശ്ശിയുടെ അടുത്ത് അത് പറയണമെന്നും അവന്തിക പറയുകയും ചെയ്യുന്നുണ്ട്.